നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫയർഫോഴ്സ് അംഗങ്ങൾ എവിടെ വേണമെങ്കിലും ഓടിയെത്തും. ഒരാൾക്ക് ഒരു ആപത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഏറ്റവും അടുത്തുള്ള ഫയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് അവരെത്തും. അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഫയർഫോഴ്സിന്റെ മുന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. അതിന് വേണ്ടി അവർ എന്ത് റിസ്ക്കും എടുക്കാൻ അവർ തയ്യാറാണ്. കൃത്യമായിട്ട് പരിശീലനം ലഭിച്ചതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ എന്ത് റിസ്ക്കും എടുത്തുകൊണ്ട് അവർ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഒരാൾ അപകടത്തിൽപ്പെട്ട ഒരാളെ രക്ഷിക്കാനായിട്ട് അവർ ഇറങ്ങുന്നത്. അതിപ്പോൾ മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, മൃഗങ്ങൾക്കാണെങ്കിലും കൂടി പലപ്പോഴും നമ്മൾ ഈ ഫയർഫോഴ്സ് അംഗങ്ങളുടെ രക്ഷപ്പെടുത്തുന്ന പല രസകരമായിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപും ഇത്തരത്തിൽ ഒരു പൂച്ചയുടെ തലയിൽ ഒരു കലം കുടുങ്ങി, എന്നിട്ട് അത് പതുക്കെ അതിനെ പിടിച്ചുകൊണ്ട് പതുക്കെ അതിന് ഒരു തരത്തിലും അതിന് വേദനിക്കാത്ത നിലയിൽ അത് മുറിച്ചു മാറ്റുന്ന ഫയർഫോഴ്സ് അംഗങ്ങളുടെ വീഡിയോയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൈറലാകാറുണ്ട്. ഇതും കണ്ടിരുന്നു. അതിനുശേഷം അത് തലയിൽ നിന്ന് ഊരിയതിന് ശേഷം ആ ഒരു മൃഗം അവരോട് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം അവരുടെ ചുറ്റും അവരുടെ കാലിൻ്റെ ഇടയിലൂടെയൊക്കെ തന്നെ ഓടി കളിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ലൈംഗിക അവയവത്തിൽ മെറ്റൽ നട്ട് കുടുങ്ങിയ 46-കാരനെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നത് ഫയർഫോഴ്സ് ആണ്. കാഞ്ഞങ്ങാടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അത് നമുക്ക് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഒരു ചിരിയായിരിക്കാം ഒരു പക്ഷെ ചിലവർക്ക് തോന്നുന്നുണ്ടാവുക. പക്ഷേ അതിക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഇതിപ്പോൾ ആരാണ് ചെയ്തതെങ്കിലും അവർ ചെയ്തിരിക്കുന്നത്. വാഷറിനും മറ്റും ഉപയോഗിക്കുന്ന 1.5 ഇഞ്ചോളം വ്യാസമുള്ള ഒരു നട്ടാണ് 46-കാരന്റെ ലൈംഗിക അവയവത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെയാണ് ഇയാൾ ചികിത്സ തേടി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെത്തിയത്. നട്ട് നീക്കം ചെയ്യാൻ ആശുപത്രിയിൽ നടത്തിയ ശ്രമങ്ങൾ ഫലിക്കാതായതോടെ അവിടുത്തെ ഡോക്ടർമാരാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. കാരണം ഇയാൾ ഇത്രയും വേദനയായിട്ട് വന്നപ്പോൾ 2 ദിവസത്തോളം ഇയാൾക്കത് എന്താ ചെയ്യേണ്ടത്, ഇയാളെ കൊണ്ട് സ്വയം അത് എടുത്തു മാറ്റാനൊന്നും ആയിട്ട് സാധിക്കുന്നില്ല. വേദന കൂടിയപ്പോൾ, അസഹനീയമായി വേദന കൂടിയപ്പോഴാണ് ആശുപത്രിയിൽ എത്തിയത്. പക്ഷെ ഡോക്ടർമാർക്കും ഇത് എടുത്തു മാറ്റാനായിട്ട്, ജനനേന്ദ്രിയത്തിൽ നിന്ന് ഈ പറയുന്ന നട്ട് അത് എടുത്തു മാറ്റാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് അവിടെയുള്ള ഡോക്ടർമാർ തന്നെയാണ് ഫയർഫോഴ്സ് അംഗങ്ങളെ വിവരം അറിയിക്കുന്നത്. ഉടൻ തന്നെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കട്ടർ ഉപയോഗിച്ച് 1.5 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അർദ്ധരാത്രിയോടെ ഈ നട്ട് മുറിച്ചു നീക്കിയിരിക്കുന്നത്. കട്ടർ ഉപയോഗിച്ച് നട്ട് മുറിച്ചു നീക്കുമ്പോൾ ചൂടാകുന്നതിനാൽ ലൈംഗിക അവയവത്തിന് ക്ഷതമേൽക്കാനുള്ള സാധ്യതയും കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളമൊഴിച്ച് തണുപ്പിച്ച് ഏറെ സമയമെടുത്താണ് നട്ടിന്റെ 2 ഭാഗവും മുറിച്ചു നീക്കിയത്. നട്ട് കുടുങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത്. മദ്യലഹരിയിൽ ബോധമില്ലാതായിരുന്നപ്പോൾ അജ്ഞാതരാണ് നട്ട് കയറ്റിയതെന്നാണ് യുവാവ് പറയുന്നത്. മൂത്രമൊഴിക്കാൻ പോലും ഇയാൾ വളരെ പ്രയാസപ്പെട്ടിരുന്നു. ലൈംഗിക അവയവത്തിൽ കുടുങ്ങിയ നട്ട് ഊരിയെടുക്കാനായി 2 ദിവസത്തോളം ശ്രമം നടത്തിയിട്ടും സ്വയം പരിശ്രമിച്ചിട്ടൊക്കെ തന്നെ പറ്റാതായതോടെയാണ് ഇയാൾ ഗതികെട്ട് ആശുപത്രിയിലെത്തിയത്. ഉടൻ തന്നെ ഡോക്ടർമാർക്കും അത് എടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അങ്ങനെയാണ് ആശുപത്രിയിൽ നടത്തിയ ശ്രമങ്ങളെല്ലാം തന്നെ ഫലിച്ചില്ല. തുടർന്നാണ് അവിടുത്തെ ഡോക്ടർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. തുടർന്ന് അവർ എത്തി. അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ് ചെറിയ കട്ടർ ഉപയോഗിച്ച് അതീവ സൂക്ഷ്മതയോടെ 1.5 മണിക്കൂറോളം നേരം നീണ്ട പരിശ്രമത്തിനൊടുവിൽ അർദ്ധരാത്രിയോടെ നട്ട് മുറിച്ചു നീക്കിയത്. താൻ മദ്യലഹരിയിൽ ബോധമില്ലാതായിരുന്നപ്പോൾ അജ്ഞാതരാണ് നട്ട് കയറ്റിയതെന്നാണ് യുവാവ് പറഞ്ഞത്. ഏതായാലും എവിടെ വെച്ചാണ് സംഭവം നടന്നതെന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഈ 46 വയസ്സുകാരൻ പോലീസിലും പരാതി നൽകിയിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ വളരെ ക്രൂരത തന്നെയാണ്. കാരണം ഇയാളിപ്പോൾ മദ്യലഹരിയിലായിരുന്നെങ്കിലും അല്ലെങ്കിലും തന്നെ ഇങ്ങനെയൊന്നും ഒരാളോടും ചെയ്യാൻ പാടില്ല. ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യാനായിട്ട് ഇത് ആളുകൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് ഇവിടെയുള്ള മലയാളികളാണോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്ത് സന്തോഷം കണ്ടെത്തുന്ന ആളുകളൊക്കെ പ്രത്യേകതരം മനോവൈകല്യത്തിന് അടിമയാണ് എന്നൊക്കെ പറയാനുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ? ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ പിടിച്ചകത്തിടണം. ഇതുവരെയും ഈ പറയുന്ന പ്രതി പരാതി നൽകിയിട്ടില്ല. പക്ഷെ പരാതി നൽകുകയാണെങ്കിൽ അവരെ കണ്ടുപിടിച്ച് നിയമം അനുശാസിക്കുന്ന ശിക്ഷ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക തന്നെ വേണം. കാരണം പലപ്പോഴും ആളുകളൊക്കെ വഴിയിലൊക്കെ കിടക്കുന്നു. നമ്മളൊക്കെ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ മദ്യലഹരിയിലാണെങ്കിലും അല്ലെങ്കിലൊക്കെ ആളുകൾ വഴിയിൽ കിടന്നുറങ്ങുന്നതും കിടക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ മദ്യലഹരിയിൽ ഒരാൾ കിടക്കുകയാണ് എന്നൊക്കെ കരുതുക. അപ്പോൾ അയാളുടെ ദേഹത്ത് വല്ല മുറിവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അവിടെ നമുക്ക് പോലീസിനെ വിളിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചെന്ന് വേണമെങ്കിൽ നോക്കാം എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആംബുലൻസിനെ വിളിച്ചറിയിക്കാം. ഉടൻ അയാൾ ആശുപത്രിയിൽ എത്തിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ
ഇനി അഥവാ അത് നോക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണെന്ന് വിചാരിക്കുമ്പോൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ താല്പര്യമില്ലെങ്കിൽ നോക്കണ്ട, പക്ഷെ എന്തിനാണ് മറ്റൊരാളെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ നമ്മളതിലൊരു സന്തോഷം കണ്ടെത്തുന്നത്? ഇതൊന്നും യാതൊരു പശ്ചാത്താപവും ഇല്ലാത്ത അല്ലെങ്കിൽ ഇത്തരത്തിൽ മറ്റുള്ളവരെ വേദനിക്കുന്നതിൽ സുഖം കണ്ടെത്തുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ഈ ക്രൂരതകൾ ചെയ്യുന്നത്. അവർക്കൊരു പക്ഷെ അത് തമാശയായിരിക്കാം, പക്ഷെ എന്നിരുന്നാലും ആ ഒരു വ്യക്തി അത് 2 ദിവസമോ 3 ദിവസമോ അനുഭവിച്ചിട്ടുള്ള ഒരു വേദന അല്ലെങ്കിൽ അയാൾ അനുഭവിച്ചിട്ടുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതായത് മറ്റൊരാളതിനെ സഹായിച്ചില്ലെങ്കിലും വേണ്ട, നമ്മൾ പറയും സഹായിച്ചില്ലെങ്കിലും വേണ്ട, ഉപദ്രവിക്കരുതെന്ന്. ഒരാൾ വഴിയിൽ കിടന്നുറങ്ങുന്നു, അവിടെ എത്തിയിട്ട് അയാളുടെ വസ്ത്രം മാറ്റി ഇത്തരത്തിൽ അയാളുടെ ജനനേന്ദ്രിയത്തിൽ ഇത്തരത്തിൽ ഒരു നട്ട് കയറ്റുന്നു, അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ആരാണ് ഈ ഇരുട്ടിന്റെ മറവിലെത്തിയിട്ട് ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകളൊക്കെ? ഏതായാലും നിലവിൽ ഇതുവരെയായിട്ട് അയാൾ പരാതി നൽകിയിട്ടില്ല. പക്ഷേ പരാതി നൽകുകയാണെങ്കിൽ തന്നെ ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളത്, ഇപ്പോൾ ഇവിടെയുള്ള മലയാളികളാണോ അതോ മറ്റു ഇപ്പോൾ കന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ധാരാളമുണ്ട്, ഇനി അവരെ ആരെങ്കിലുമാണോ ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്തത് എന്നുള്ളതൊന്നും തന്നെ വ്യക്തമല്ല. ഏതായാലും ക്രൂരമെന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത്തരത്തിലൊന്നും ഒരാളെയും ഉപദ്രവിച്ചുകൊണ്ടൊന്നും ആരും സന്തോഷം ജീവിതത്തിൽ കണ്ടെത്താനായിട്ട് ശ്രമിക്കരുത്. അതേസമയം തന്നെ ഫയർഫോഴ്സ് അംഗങ്ങളുടെ അവർ ചെയ്തത്, അവരാണ് അയാളുടെ ജീവൻ രക്ഷപ്പെടുത്തിയത്. കാരണം ആശുപത്രി ഡോക്ടർമാർ പോലും സാധാരണ നമുക്ക് എന്തെങ്കിലും ആപത്തോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം ഓടിയെത്തുന്നത് ആശുപത്രിയിലേക്കാണ്. പക്ഷേ ഇവിടെ ഡോക്ടർമാർക്ക് പോലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഈ പറയുന്ന ഫയർഫോഴ്സ് അംഗങ്ങൾ സംയോജിതമായി ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുടെ ഭാഗത്ത് ജനനേന്ദ്രിയത്തിൽ നിന്ന് ഇത്തരത്തിൽ ആ നട്ട് ഊരിമാറ്റിയത്. ഇതിനു മുൻപും കഴിഞ്ഞ ദിവസം കിണറ്റിൽ വീണ ഒരു യുവതിയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയതും വാർത്തയായിട്ടുണ്ടായിരുന്നു. മുതാക്കൽ പഞ്ചായത്തിലാണ് 20-ാം വാർഡിൽ ഈ ഒരു സംഭവം നടന്നത്. വെള്ളം കോരുന്നതിനിടയിലാണ് അബദ്ധത്തിൽ കിണറ്റിൽ വീഴുകയായിരുന്നു. 70 അടിയോളം ആഴമുണ്ടായിരുന്നു. അതിൽ 10 അടിയോളം വെള്ളവുമുള്ള കിണറ്റിൽ വായുസഞ്ചാരം കുറവായിരുന്നു. ആറ്റിങ്ങൽ ഫയർ സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബി വിക്രമരാജാണ് കിണറ്റിലിറങ്ങി യുവതിയെ രക്ഷപ്പെടുത്തിയത്. കൂടാതെ നഗരത്തിലെ മാലിന്യവാഹിയായ ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ ഒരു മധ്യവയസ്കന് പരിക്കേറ്റ വാർത്തയും 2 ദിവസം മുമ്പാണ് പുറത്തു വന്നത്. ഇതുപോലെ ഈ ഒരു ആമയിഴഞ്ചാൻ തോട്ടിൽ ഇയാളെ വീണുകയായിരുന്നു. അവിടെ സമീപത്തുണ്ടായിരുന്ന ഒരു കടക്കാരനാണ് ഇത്തരത്തിലുള്ള ഒരാൾ അവിടെ വീണ് കിടക്കുന്നത് കണ്ടു. ചെളി നിറഞ്ഞ ഭാഗത്ത് അബോധാവസ്ഥയിലായിരുന്നു ഇയാൾ എന്നതിനാൽ മറ്റു വഴിയില്ലാതെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീടാണ് പോലീസ് എത്തി ഫയർഫോഴ്സ് യൂണിറ്റിനെ വിളിച്ചു വരുത്തി കരയ്ക്ക് എത്തിച്ചത്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു പറയുന്നതെന്നും മാനസിക പ്രശ്നമുള്ള ആളാണെന്നാണ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. അവർ ഈ പറയുന്ന ചെളിയിലേക്കൊക്കെ തന്നെ ചാടി ഇറങ്ങുകയായിരുന്നു. ശരീരത്തിൽ പലയിടത്തും പരിക്കുകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കണ്ടെത്തിയ ഒരു മധ്യവയസ്കനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഇയാൾ മനഃപൂർവ്വം ചാടിയതാവാനും സാധ്യതയുണ്ടെന്നും സമീപത്തുണ്ടായിരുന്നവർ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് ശുചീകരണ തൊഴിലാളി മരിച്ചത് നമ്മളൊന്നും തന്നെ മറക്കില്ല. ഏതായാലും ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങളിൽ ഫയർഫോഴ്സ് അംഗങ്ങളെല്ലാം തന്നെ അവർക്ക് ദിവസവും ഒരുപാട് ഇത്തരത്തിലുള്ള ജോലികളാണ് വരുന്നത്. പലതരത്തിലുള്ള ജോലികളാണ് വരുന്നത്. കാരണം ആളുകളെ രക്ഷപ്പെടുന്നത് പല രീതിയിലായിരിക്കും. ഒരുപക്ഷെ കുഞ്ഞുങ്ങളുടെ കയ്യിലൊക്കെ മോതിരം കുടുങ്ങിയിട്ട് അത് ഊരാൻ പറ്റാതെ വരുമ്പോഴൊക്കെ ഫയർഫോഴ്സ് അംഗങ്ങൾ വന്ന് അത് ഊരിമാറ്റുന്ന വീഡിയോയും, അതുപോലെ തന്നെ ചിലപ്പോൾ തലയിൽ കലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കുടുങ്ങി അതും ഇത്തരത്തിൽ ഫയർഫോഴ്സ് അംഗങ്ങൾ വന്ന് അവർക്ക് വേദനിക്കാത്ത രീതിയിൽ, അവർക്ക് യാതൊരു തരത്തിൽ അല്പം പോലും വേദനിക്കാത്ത രീതിയിൽ അവർ കൃത്യമായിട്ട് തന്നെ വളരെ ശ്രദ്ധയോടെ അതൊക്കെ മുറിച്ചു മാറ്റുന്ന വീഡിയോസൊക്കെ വൈറലാകാറുണ്ട്. ഏതായാലും ഇത് അല്പം ക്രൂരമെന്ന് തന്നെ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ.